സർ, തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ രണ്ട് നഗരങ്ങളിലും മുൻപന്തിയിലെത്തിക്കുന്നതിന് കാലാകാലങ്ങളിലായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. സർ, ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജെൻസി ആൻഡ് ന്യൂ ജെൻ ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്ന ശക്തികളിലൊന്നാണ് ജെൻസി. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതികവിദ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, വിർച്വൽ റിയാലിറ്റി തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റങ്ങൾ ഇവർ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ധാർമ്മികത, സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ, ഇന്നവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സൃഷ്ടിപരമായ കഴിവുകളും മികവുകളും സാങ്കേതിക മികവുകളും ഒരുമിപ്പിക്കാവുന്നതാണ്. ഈ മേഖലയുടെ വികസനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. മലയാളം നമ്മുടെ അഭിമാനവും വിജ്ഞാന പൈതൃകവുമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഈ യുഗത്തിൽ അത് പിന്തള്ളപ്പെട്ടു പോകരുത്. മലയാളത്തിൻ്റെ ഒരു തുറന്ന ഡാറ്റാ സെറ്റ് എല്ലാവർക്കും സൗജന്യമായി ലഭ്യമാക്കിയും വിപണിയിലെത്തിക്കാവുന്ന മലയാളം AI മാതൃകകളുടെ വികസനത്തിന് പിന്തുണ നൽകിയും കേരളം ഒരു മലയാളം AI സംരംഭം ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ പ്രതീക്ഷിത വരുമാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗണ്യമായ ഇടിവ് കണക്കിലെടുത്തുകൊണ്ട് 2026-27 വർഷത്തെ പദ്ധതി അടങ്കൽ തുക 35,750 കോടി രൂപയിൽ നിന്നും 30,370 കോടി രൂപയായി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പദ്ധതി അടങ്കൽ തുക കുറഞ്ഞത് കാരണം മുൻ സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റ് എസ്റ്റിമേറ്റിൽ കണക്കാക്കിയ തുകയേക്കാൾ പട്ടികവർഗ മേഖലയ്ക്കുണ്ടായ കുറവ് പരിഹരിക്കാനായി പട്ടികജാതി മേഖലയ്ക്ക് 527.68 കോടി രൂപയും പട്ടികവർഗ മേഖലയ്ക്ക് 152.52 കോടി രൂപയും പ്രത്യേക പദ്ധതിക്കായി അധിക തുകയായി വിലയിരുത്തുന്നു. ഇതിനു പുറമെ മത്സ്യബന്ധന മേഖലയ്ക്ക് അവർക്കും കുറവ് വരാതിരിക്കാൻ 50 കോടി രൂപയും അധികമായി വകയിരുത്തുന്നു. സർ, തദ്ദേശ സർക്കാരുകൾ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 26-27ലേക്കുള്ള പുതുക്കിയ ശുപാർശകൾ സമർപ്പിക്കുകയും ആയത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 26-27ലേക്കുള്ള പുതുക്കിയ ബജറ്റ് പ്രകാരം തദ്ദേശ സർക്കാരുകൾക്കുള്ള ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഇനത്തിൽ 3,236.77 കോടി രൂപയും മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ 4,315.69 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം പുതുക്കിയ പദ്ധതി വിഹിതത്തിൻ്റെ 28.5% 8,655.45 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവെക്കുന്നു. വികസന ഫണ്ടിന് പുറമെ ഖരമാലിന്യ സംസ്കരണ പരിപാടി പദ്ധതിയിൽ കീഴിൽ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അർബൻ ലോക്കൽ ബോഡി ഗ്രാൻഡായി 160 കോടി രൂപയും പുതുക്കിയ വിഹിതമായി നീക്കിവെച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം യഥാസമയത്ത് ലഭ്യമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.